പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ വൈറ്റ് പേപ്പർ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള വൈറ്റ് പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി ആ മടക്കിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നൊരു ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേന ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ഭാഗം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത് പോലത്തെ ഒരു 4 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വൈറ്റ് പേപ്പർ കൊണ്ട് ചെയ്തെടുക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഫ്ലവർ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മൾ ക്രയോൺസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ റെഡ് കളർ ക്രയോൺസ് എടുത്ത് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വരച്ചെടുക്കേണ്ടത്. ഇതിന് മുകളിലൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യെല്ലോ കളർ ക്രയോൺസ് എടുത്ത് ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവറിന്റെ ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന്റെ സെന്ററിൽ വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അതൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരു 3 ഫ്ലവറും കൂടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചുരുട്ടിയെടുക്കുകയാണ്. ഇത് നമുക്ക് തണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്ന ഇത് നമ്മൾ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഇതൊന്ന് വളഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഫ്ലവറും നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഒരു ഫ്ലവർ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് അടുത്ത ഫ്ലവറും ഒട്ടിച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. വളരെ സിമ്പിൾ അല്ല നമ്മുടെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് സെൻഡ് ചെയ്ത് തരണം. ഇൻസ്റ്റാഗ്രാം ഐഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 4 ഫ്ലവർ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഇലകൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് മടക്കി നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വെയിൻസിന്റെ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ കൂടെ നമുക്ക് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെയായിട്ട് നമുക്ക് ഒരു ഇല കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ വൈറ്റ് പേപ്പർ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ കാണാനായിട്ട്? ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.
ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.